മുസ്ലിം ലീഗ് ഇതിനകത്ത് വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് ഒരു കാലത്തും സ്വീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. ഇത് ഒരു മന്ത്രിസ്ഥാനമോ ഗവൺമെൻറ്റിലെ സ്ഥാനമോ പ്രധാനമായി കണ്ടുകൊണ്ടുള്ള നിലപാടല്ല ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഇതിൽ വരുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെ ചോദ്യം ചെയ്തതിന് ഇവർക്കെന്താ വിഷമോ? നേരത്തെ ഇവർ ചോദ്യം ചെയ്തതാണല്ലോ. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയല്ലേ വേണ്ടത്. മാറിപ്പോയിരിക്കുകയാണ്. അത് കാണിക്കുന്നത് വഞ്ചനാപരമായ സമീപനം തന്നെയാണ്. ഈ സർക്കാരിൽ ഇരുന്ന് മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരെ നിയമിക്കാൻ സർക്കാരിന്റെ കൂടെ ഭാഗമായി ലീഗ് തീരുമാനിക്കുകയും അതിനൊപ്പം തന്നെ ഇവരെ നിയമിക്കരുത് എന്ന് പറഞ്ഞ സുപ്രീം കോടതി ഹർജിയും കൊടുത്തിരിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് കൂടി ഇതിനകത്തില്ലേ ലീഗിന്റെ ഭാഗത്ത്? അല്ല, ഹർജി നേരത്തെ കൊടുത്തല്ലോ. ഹർജി നേരത്തെ കൊടുത്തു. ആ ഹർജി LDF സർക്കാരും കൊടുത്തു. ആ ഹർജിയുടെ കൂടെയാണ് ലീഗിന്റെ ഹർജിയും ഉണ്ടായത്. അത് ശരിയായ സമീപനം. പക്ഷെ ആ ശരിയായ സമീപനത്തിൽ നിന്ന് മാറി ഇപ്പം നിലപാടെടുക്കുന്നു. അത് വഞ്ചനയാണ്. അതാണ് നാം കാണേണ്ടത്. ഈ CMR കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴുള്ള ബന്ധം വെച്ചിട്ടാണ് താങ്കൾ മകൾക്ക് പണം കൊടുത്തത് എന്നുള്ളതാണ് EDക്ക് ചൈതന്യ മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആരാ പുറത്ത് വിട്ടിരിക്കുന്നു? ആരാ പുറത്ത് വിട്ടത്? മാധ്യമങ്ങളിലല്ലേ ശ്രീമതി ടീച്ചർ വാർത്ത വന്നത്? മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ശരിയാവൂ? രേഖയുണ്ടെങ്കിൽ രേഖ കാണിച്ചോട്ടെ. വ്യക്തിബന്ധം കാരണമാണ് മകളുടെ കമ്പനിക്ക് പൈസ കൊടുത്തത് എന്നൊരു മൊഴി അദ്ദേഹം പറയുമെന്ന് താങ്കൾ കരുതുന്നു? എങ്ങനെ? അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ എന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം. നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടിക്കുന്നതിന് വല്ല ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇനി ഇതും കുറച്ച് നാൾ നോക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പം നിങ്ങളെ മുമ്പിൽ വേറെ മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. അത് നല്ല ശ്രമങ്ങൾ നടത്തി നോക്ക്. ഇങ്ങനെ കുറച്ച് സൃഷ്ടിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. അത് സാധാരണ നിലക്ക് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പ്രക്ഷോഭം അതിൻ്റെതായ വഴിക്ക് നടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെയോ അതിൽ പങ്കെടുക്കുന്നവരുടെയോ നേരെ കേസുമായിട്ട് വരുന്ന കാര്യം ശരിയല്ല. ഒരു വേടൻ്റെ നേരെ എന്തോ ഒരു കേസ് എടുത്തു എന്നുള്ളൊരു വാർത്ത കണ്ടു. അത് ശരിയായൊരു സമീപനമല്ല. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിൽ ഞങ്ങൾ നേരത്തെ എടുത്ത നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാണ്. കാരണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT ആണ് അന്വേഷണം നടന്നത്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITയുടെ അന്വേഷണത്തിന് എല്ലാ പിന്തുണയുമായിരുന്നു LDF സർക്കാർ നൽകിയിരുന്നത്. UDF സർക്കാർ വന്നതിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇതാണ് നടന്നു വരുന്ന സമ്പ്രദായം. അത് കൂടുതൽ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾ പറയാൻ കഴിയൂ. നേരത്തെ ഞങ്ങൾ സ്വീകരിച്ച സമീപനം ഇത്തരം നടപടികൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിന് പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ്. അത് ആ സമീപനത്തിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല. അതെ, ആ സംശയം എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം പ്രശാന്ത് ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കണം. കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ. ഏതായാലും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT ആണ് അന്വേഷിക്കുന്നത്. അത് അതേ നിലക്ക് തന്നെയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റു തരത്തിലുള്ള നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുതകൾ വരുമ്പോൾ പറയാം അത്തരം കാര്യങ്ങളെ പറ്റി. ഇപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല.